വളരെ പ്രസിദ്ധനായൊരു ഋഷിയായിരുന്നു മാർക്കണ്ഡേയ ഋഷി. അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തിക്കും തപസ്സിനും അതുപോലെ അദ്ദേഹത്തിന് ആ ചെറുപ്പത്തിൽ കിട്ടിയ അനുഗ്രഹത്തിനും ഒക്കെ അദ്ദേഹം വളരെ പേരുകേട്ടതാണ്. മൃഗണ്ഡമുനിയും അതുപോലെ ഭാര്യ മരുത്വതിയും ഒരുപാട് നാളുകൾ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒരു കുട്ടി ജനിക്കുന്നത്. പക്ഷേ ആ കുട്ടി ജനിക്കുന്നത് ആ ഒരു വ്യവസ്ഥയോടെയാണ്. എന്താണ്, അവർക്ക് ഒന്നില്ലെങ്കിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ഒരു മന്ദബുദ്ധിയായ മകനെ കിട്ടും, അല്ലെങ്കിൽ 16-ാം വയസ്സിൽ മരിക്കുന്ന ഒരു മിടുക്കനായ കുട്ടിയെ കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു രണ്ട് വരങ്ങളിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ അവർ രണ്ടാമത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ മാർക്കണ്ഡേയ മുനി ജനിക്കുകയാണ്. അപ്പോൾ തൻ്റെ വിധിയായിട്ട് ആ ഒരു മരണം 16-ാമത്തെ വയസ്സിൽ മരിക്കും. അപ്പോൾ അതിനോട് അടുക്കും തോറും മാർക്കണ്ഡേയ ഋഷി മഹാദേവനിലേക്ക് തിരിയാണ്. അദ്ദേഹം മഹാദേവനെ ധ്യാനിക്കുകയും ജപിക്കുകയും അങ്ങനെ മരണത്തിൻ്റെ ദേവനായിട്ടുള്ള യമരാജൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മാർക്കണ്ഡേയ ഋഷി ആ ശിവലിംഗത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം മഹാദേവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് മരണത്തിൽ നിന്ന് മോചനവും നൽകുകയാണ്. അങ്ങനെ മാർക്കണ്ഡേയ ഋഷിക്ക് ആ ഒരു അനുഗ്രഹം നേടുകയാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് ആ ഒരു ആത്മീയതയുടെ അന്വേഷണത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം തുടർന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിന് അദ്ദേഹം അങ്ങനെയാണ് ഒരിക്കൽ പുരിയിലേക്ക് പോകുന്നത്. പുരി, ഇന്നത്തെ ജഗന്നാഥ് പുരി. ആ ഉന്നതമായിട്ടുള്ള അറിവ് നേടാനും കൂടുതൽ അറിവുകൾ അങ്ങനെ നേടാനായിട്ട് അദ്ദേഹം പോവാണ്. അങ്ങനെ ഭാരതവർഷത്തിൽ ആ പുണ്യഭൂമികളിലൊക്കെ അലിഞ്ഞു നടന്ന് പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ധ്യാനമൊക്കെ പൂർത്തിയായ ശേഷമാണ് മാർക്കണ്ഡേയ ഋഷി ഇന്നത്തെ ആ ജഗന്നാഥ് പുരി എന്ന സ്ഥലത്തെത്തുന്നത്. അപ്പം ആ സമയത്ത് എന്ന് വെച്ചാൽ ഈ പ്രശസ്തമായ ജഗന്നാഥ് ക്ഷേത്രമൊന്നും അന്ന് ഉണ്ടാകുന്നില്ല. അതിന് മുൻപാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അപ്പം അന്നത്തെ കാലത്ത് അത് ഒരു ഇടതൂർന്ന പവിത്രമായിട്ടുള്ള വനമായിരുന്നു. ആ പ്രദേശം ഭഗവാൻ നാരായണൻ്റെ സാന്നിധ്യത്താൽ വളരെ പവിത്രമാക്കപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു അമ്പലമോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ മാർക്കണ്ഡേയ ഋഷി പുഷ്കരണി എന്നറിയപ്പെടുന്ന ഒരു ശാന്തമായിട്ടുള്ള ജലാശയത്തിനടുത്തിരുന്നിട്ട് ധ്യാനം തുടരുകയാണ്. അപ്പോൾ ധ്യാനത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വരികയാണ്. കാരണം ശക്തിയോ മോചനോ ഒന്നുമല്ല, മറിച്ച് ഭഗവാന്റെ ആ മായ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പോൾ മാർക്കണ്ഡേയ ഋഷി ഇങ്ങനെ വളരെ നല്ലൊരു പുണ്യാത്മാവാണ്. അപ്പോൾ ആ ഒരു ഋഷിമാർക്കും യോഗികൾക്കും പോലും ദിവ്യശക്തി, ഭഗവാന്റെ ആ ഒരു ദിവ്യശക്തിയാൽ ആശയക്കുഴപ്പം വരാം എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പം അദ്ദേഹം വിഷ്ണു ഭഗവാനോട് യാചിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ ആ മായയുടെ പൂർണ്ണശക്തിയായ ആ മായ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണം, അത് നേരിട്ട് അനുഭവിക്കാനായിട്ട് എന്നെ അനുവദിക്കണം. അങ്ങനെ എങ്ങനെയാണ് ഈ മായ, ഭഗവാന്റെ ഈ യോഗമായ എങ്ങനെയാണ് ആത്മാക്കളെ ബന്ധിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഭഗവാനെ, അത് നമുക്കറിയാം ഭഗവാൻ ഒരിക്കലും മായയുടെ അധീനതയിലല്ല, ഭഗവാനെ മായയ്ക്ക് സ്പർശിക്കാനാവില്ല. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഇതിൽ പെടാണ്ട് ഇതിനെല്ലാം അതീതനായി തുടരുന്നത്, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ മാർക്കണ്ഡേയ ഋഷിയുടെ ആത്മാർത്ഥമായ ഭക്തിയിലും വിനയത്തിലും സന്തുഷ്ടനായിട്ട് ഭഗവാൻ നാരായണൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ തേജസ്സുള്ള ആ ഒരു രൂപത്തിൽ അദ്ദേഹം നാരായണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് മാർക്കണ്ഡേയ ഋഷിയോട് പറയാണ്, ഹേ ജ്ഞാനിയായ ഋഷി, എൻ്റെ മായ എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ബ്രഹ്മാവും ദേവന്മാരും പോലും ആ മായയാൽ വഞ്ചിതരാകുകയാണ്. പക്ഷേ ശുദ്ധമായ ഹൃദയത്തോടെ നീ എനിക്ക് വേണ്ടി ശുദ്ധമായ ഹൃദയത്തെ എന്നിൽ അർപ്പിച്ച് അങ്ങനെ നീ എന്നെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് അതിൻ്റെ ഒരു ദർശനം നൽകാം എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമാകുകയാണ്. അപ്പോൾ
ഒരു നിമിഷം കൊണ്ട് മാർക്കണ്ഡേയ ഋഷിക്ക് ചുറ്റുമുള്ള ലോകമെല്ലാം അലിഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഭൂമിയൊക്കെ കുലുങ്ങാൻ തുടങ്ങി, പർവ്വതങ്ങളൊക്കെ ഉരുകി, സമുദ്രങ്ങളൊക്കെ ഇങ്ങനെ വീർപ്പുമുട്ടി, ഇങ്ങനെ ഭൂഖണ്ഡങ്ങളൊക്കെ വിഴുങ്ങാണ്, ആകാശം ഇരുണ്ടു തുടങ്ങി. അങ്ങനെ പ്രപഞ്ചജലത്തിൻ്റെ ആ ഒരു വലിയ ആ ഒരു പ്രവാഹം, പ്രളയം എല്ലാ ദിശയിലും വ്യാപിക്കുകയാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ദേവന്മാരും നക്ഷത്രങ്ങളും കാലം പോലും അപ്രത്യക്ഷമാകുകയാണ് അവിടെ നിന്ന്. പഞ്ചഭൂതങ്ങളും അതുപോലെ അവയുടെ ഉറവിടത്തിലേക്ക് വീണ്ടും ലയിക്കുകയാണ്. അങ്ങനെ ആ ഒരു അനന്തമായ സമുദ്രം മാത്രമാണ് അവശേഷിച്ച് നിൽക്കുന്നത്. അപ്പോൾ ശരീരമില്ലാത്ത മാർക്കണ്ഡേയൻ ആ ഒരു വിശാലമായിട്ടുള്ള ആ ഒരു കടലിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കെടുക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ശരീരം കൊണ്ട് ഇങ്ങനെ ആ ഒരു കടലിൽ ഇങ്ങനെ അദ്ദേഹം പൊങ്ങിക്കെടുക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു അത്ഭുതകരമായ കാഴ്ച കാണുന്നത്. ഒരു ആലിലയിൽ ഒരു ആ ഒരു കുട്ടി ഇങ്ങനെ ഈ ഒരു ഒഴുക്കിൽ ഇങ്ങനെ യുഗങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുട്ടി അവിടെ ആ സമുദ്രത്തിന് നടുവിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു പച്ച ആലിലയിൽ ഒരു ഇങ്ങനെ ഭയങ്കര തിളക്കാണ് ആ കുട്ടീനെ, ഒരു ദിവ്യ ശിശുവിനെ പോലെയാണ് ആ കുട്ടി. അപ്പം അങ്ങനെ പൊങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് താമര പോലുള്ള കണ്ണുകളും അതുപോലെ സ്വർണ്ണ നിറവും ത്തിലിങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടി സ്വന്തം കാൽവിരൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ മാർക്കണ്ഡേയ ഋഷി വളരെ അത്ഭുതപ്പെടുകയാണ്. കാരണം മറ്റെല്ലാം നശിച്ചു, ഈ ഒരു സമുദ്രത്തിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു കുട്ടി മാത്രം എങ്ങനെയാണ് ഇങ്ങനെയെന്ന് അദ്ദേഹം പ്രളയത്തിൻ്റെ മധ്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കുട്ടി എന്ന് പറയുന്നത് അത്രയും ആകർഷണീയമാണ്. ആ കുട്ടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ ദിവ്യവും മാധുര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ശാന്തതയും എല്ലാം ആ കുട്ടീനെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് കാണാം. അപ്പോൾ മാർക്കണ്ഡേയ ഋഷി അത്ഭുതത്തോടെ ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഇങ്ങനെ ശ്വസിക്കുകയാണ്. ആ ശ്വാസത്തിലൂടെ മുനി ഇങ്ങനെ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഉള്ളിലെത്തിയിട്ട് അകത്ത് മാർക്കണ്ഡേയ ഋഷി എല്ലാ പ്രപഞ്ചത്തെയും മുഴുവൻ പ്രപഞ്ചത്തെയും കാണുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, താരാപഥങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, അതുപോലെ എല്ലാത്തരം ജീവജാലങ്ങൾ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, ഇങ്ങനെ എല്ലാം കാണുകയാണ്. അതുപോലെ ഭൂമിയിലെ വനങ്ങൾ, മുകളിലുള്ള ആകാശം, പാതാളം, അതുപോലെ സ്വയം താൻ പോലും ധ്യാനത്തിലിരിക്കുന്നത് ആ മാർക്കണ്ഡേയ ഋഷി കാണുകയാണ്. അതുപോലെ സമയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജനനം, മരണം, സ്നേഹം, യുദ്ധം, ഇപ്പം എല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ കുട്ടി ഇങ്ങനെ ശ്വാസം വിടുകയാണ് പുറത്തേക്ക്. അപ്പോൾ ആ ശ്വാസം വിടുമ്പോൾ മാർക്കണ്ഡേയ ഋഷിയും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സമുദ്രം പിൻവാങ്ങുകയാണ്. അപ്പോൾ വെള്ളപ്പൊക്കം ഇങ്ങനെ അപ്രത്യക്ഷമാകുകയാണ്. വനങ്ങളുമൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ മാർക്കണ്ഡേയ ഋഷി ഇങ്ങനെ ആ ഒരു പുഷ്കരണിയുടെ തീരത്ത് ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ഫസ്റ്റത്തെ പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ട് ഭയങ്കര മാർക്കണ്ഡേയ ഋഷിക്ക് വളരെ അത്ഭുതമായി. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. അപ്പം അദ്ദേഹം ഇങ്ങനെ നിലത്തിങ്ങനെ കിടന്നിങ്ങനെ പ്രണമിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു മനുഷ്യനും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് അദ്ദേഹം കാണുകയാണ്. ഭഗവാന്റെ ആ മായാശക്തിയും അതുപോലെ ഭഗവാന്റെ ആ ദിവ്യ അസ്തിത്വത്തിൻ്റെ സത്യവും. അപ്പം അദ്ദേഹം തിരിച്ചറിയാണ് ഈ ഭൗതിക ലോകം എന്നുള്ളത് ഒരു താൽക്കാലികമായ ഒരു കാര്യം മാത്രമാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഭഗവാന്റെ ആ ഒരു മായയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഭഗവാനോടുള്ള ആ ഒരു ശുദ്ധമായ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമാണ് ആ മായയുടെ അപ്പുറത്തേക്ക് പോയിട്ട് ആ ശാശ്വതമായിട്ടുള്ള ആ ഒരു സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ നിമിഷം മുതൽ മാർക്കണ്ഡേയ ഋഷി ഭഗവാൻ നാരായണൻ്റെ ആജീവനാന്ത ഭക്തനായിട്ട് മാറുകയാണ്. അദ്ദേഹം കണ്ട ഒരു ശിശുരൂപം, വടഭദ്രശായിയായ ഭഗവാൻ ഇങ്ങനെ ആ ആലിലയിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിനു പിന്നിൽ വളരെ വലിയൊരു അർത്ഥമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ കാൽവിരൽ കുടിക്കുന്ന ആ ഒരു കുഞ്ഞായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു
കാൽവിരൽ. അപ്പോൾ ആ ഒരു ഭക്തിയുടെ മാധുര്യം, അതായത് ഭക്തർ അതുപോലെ തന്നെ ഭക്തരെപ്പോഴും ഭഗവാന്റെ ആ ഒരു പങ്കജപാദത്തെയാണ് അവരുടെ ആശ്രയമായ, അവരുടെ പരമമായ അഭയസ്ഥാനമായിട്ട് കാണുന്നത്. അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും അഭയസ്ഥാനമായിട്ട് കാണുന്നതും ഭഗവാന്റെ ആ പാദങ്ങളാണ്. അപ്പോൾ ഭഗവാൻ സ്വയം ആ കാല് കുടിക്കുകയാണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭക്തൻ എൻ്റെ ആ പാദങ്ങളിൽ എന്തു മധുരമാണ് കാണുന്നത് എന്ന് ഭഗവാൻ സ്വയം അറിയാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ ഒരു ലീല, അതായത് ഭഗവാന്റെ ഭക്തർ ആസ്വദിക്കുന്ന ആ ഒരു ആനന്ദം അദ്ദേഹം സ്വയം ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു പരസ്പര സ്നേഹമാണ്. അതുപോലെ ആ ഒരു ശിശുരൂപം എന്ന് പറയുന്നത് ആ ദിവ്യമായ ആ ഒരു നിഷ്കളങ്കത, അതുപോലെ തന്നെ ആ ഒരു സമീപനക്ഷമത, അതായത് ആ ഒരു ഭീകരനായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ ദേവതയായിട്ടും അങ്ങനെയല്ല, പകരം ഒരു നിഷ്കളങ്കമായ ആ ഒരു കുട്ടിയായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഭഗവാനെ നമുക്കറിയാം, ഭക്തവത്സലനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ എപ്പോഴും നമുക്ക് സമീപിക്കാം. സ്നേഹം നിറഞ്ഞ ഭഗവാനെ നമുക്ക് സ്നേഹത്തോടെ എപ്പോഴും സമീപിക്കാം. അല്ലാണ്ട് നമ്മളെ ഭഗവാനെ ഭയപ്പെടുകയല്ല വേണ്ടത് എന്ന് പറയാനായിട്ടാണ് ഭഗവാൻ ആ ഒരു നിഷ്കളങ്കമായ ആ ഒരു കുട്ടിയുടെ രൂപത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അതീന്ദ്രിയത, ആ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് നമുക്കറിയാം. ഇപ്പോൾ ഒരു സാധാരണ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ പോയിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പോലും മുഴുവൻ പ്രപഞ്ചത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു സിംപ്ലിസിറ്റിയാണ്, അതായത് ആ ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ആ ഒരു ശരീരത്തിനുള്ളിൽ ഭഗവാൻ ഈ എല്ലാ പ്രപഞ്ചവും ആ ശരീരത്തിനുള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു അതീന്ദ്രിയതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഭഗവാൻ അന്തര്യാമിയാണ്, എല്ലാത്തിലും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും അതീതമാണ് പരമാത്മാവായ ഭഗവാൻ. അതുപോലെ തന്നെ നമുക്ക് ഈ കാൽവയിൽ കുടിക്കുന്നതൊക്കെ ഇങ്ങനെ നമുക്ക് ശരിക്ക് തോന്നുമ്പോൾ നമുക്ക് തോന്നും എന്താ ഇത്. അപ്പം അങ്ങനെയല്ല, ഭഗവാന്റെ ആ ഒരു ലീലയാണ്. ഭഗവാന്റെ ആ ദിവ്യമായ ലീലകളുടെ ആ ലീലകളിലൂടെ ഭഗവാൻ ആ പരമസത്യത്തെ വെളിപ്പെടുത്തി തരികയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ജഗന്നാഥ് പുരിയിൽ പോയാൽ ആ മാർക്കണ്ഡേയ ടാങ്ക് ഇപ്പോഴും ഉണ്ട് ആ ജഗന്നാഥ് അടുത്ത്. അതൊരു പുണ്യസ്ഥലമായിട്ടാണ് കാണുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഭക്തർ അതിൽ വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ പ്രളയ സമയത്ത് ഭഗവാൻ മാർക്കണ്ഡേയ ഋഷി ഭഗവാനെ ആ കണ്ടതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ വടഭദ്രശായിയായ ഭഗവാന്റെ ചിത്രം അതുപോലെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചിത്രത്തെ ഭയങ്കര ആഴത്തിലുള്ളൊരു ഉറവിടമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ പ്രളയം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകം അനിശ്ചിതമാണ് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് ആ പ്രളയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആ ആലില നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ അഭയാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ദിവ്യമായ പിന്തുണ, നമുക്കുള്ള ആ ഒരു പിന്തുണ. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ഈ ആ ഒരു കുട്ടിയുടെ രൂപത്തിൽ വരുന്ന ആ ഒരു ഭഗവാന്റെ രൂപം, അത് ഭഗവാന്റെ മാധുര്യം, അതുപോലെ ഭഗവാന്റെ ആ ഒരു ദിവ്യലീലയും, അതുപോലെ ഭഗവാനെ നമുക്ക് സമീപിക്കാൻ പറ്റും, ഭഗവാനെ നമുക്ക് എങ്ങനെ സമീപിക്കണം എന്നൊക്കെ ഭഗവാൻ കാണിച്ചു തരികയാണ്. പിന്നെ ഉള്ളത് ഭഗവാൻ ഈ കാലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മൾ പറഞ്ഞു, ഭഗവാൻ സ്വയം ആ ഭക്തരുടെ ഭക്തി എന്താണ് എന്നറിയാനായിട്ട് ഭഗവാൻ കാൽവിരൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭഗവാന്റെ അതീന്ദ്രിയ ലീലയാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഭഗവാന്റെ ശരീരത്തിലാണ് ആ ഒരു പ്രപഞ്ചം ഫുള്ള് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ആ ഒരു ചിത്രത്തിൽ നിന്ന് എപ്പോഴും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഇവിടെ മാർക്കണ്ഡേയ ഋഷി അതുപോലെ ഈ മായയെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നുള്ള അല്ല ഇങ്ങനൊരു ആഗ്രഹം അദ്ദേഹത്തിന് വേണ്ട, മറിച്ച് ആ ഒരു ആത്മീയ ജിജ്ഞാസയിൽ നിന്നാണ്, അതുപോലെ ഭക്തിയിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ മായ എന്താണെന്ന് അറിയണം എന്ന ആ ഒരു ആഗ്രഹം ജനിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്,
അപ്പോൾ അതൊക്കെ അറിയാനായിട്ടാണ് മാർക്കണ്ഡേയ ഋഷി ഇത് മായ എന്താണ് എന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മായ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ ജീവജാലങ്ങളും ആ ഒരു മായയുടെ നിയന്ത്രണത്തിലാണ്. ആ മായയെ മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഭഗവാന്റെ ആ ഒരു നാമം ജപിച്ച് ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് മായയിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ തൻ്റെ കാരുണ്യത്താൽ മാർക്കണ്ഡേയ ഋഷിക്ക് മായ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത് ഭഗവാൻ ഒരിക്കലും മായയാൽ ബന്ധിതനല്ല. അപ്പോൾ ഇവിടെ അദ്ദേഹം മായ എന്താണ് എന്ന് മാർക്കണ്ഡേയ ഋഷിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു മായയുടെ ദർശനം എന്ന നമ്മുടെ ഒരു സാധാരണ ദർശനമല്ല. അപ്പോൾ അതൊരു അതീന്ദ്രിയമായ ആ ഒരു അനുഭൂതിയാണ്. കാരണം ആത്മീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മീയമായിട്ട് എല്ലാം സാക്ഷ്യം വഹിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ അങ്ങനെ വളരെ വലിയ ഭക്തർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാന് വേണ്ടിയുള്ള ആ ഒരു ഭക്തി വളർത്തിയെടുത്ത് നമുക്ക് ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും മായയെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആ മായയുടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഭഗവാന്റെ ആ ഒരു ലീല എന്ന് പറയുന്നത് നമുക്കറിയാം. ഭഗവാൻ എപ്പോഴും ആ ഒരു കുട്ടിയുടെ ആ ഒരു കുഞ്ഞു രൂപത്തിലാണ് വരുന്നത് എങ്കിലും ആ ഒരു ലളിതമായിട്ടുള്ള ആ ഒരു നിസ്സാരമായിട്ടുള്ള ഭഗവാന്റെ പ്രവൃത്തികൾ പോലും ഭഗവാൻ ചെയ്യുന്നത് നമുക്ക് വളരെ ആഴമേറിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനാണ്. അപ്പോൾ ഭഗവാന്റെ ഓരോ ലീലകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ അത്ഭുതവും സന്തോഷകരവുമായിട്ടാണ് ഭഗവാൻ ഓരോ ലീലയും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു സൃഷ്ടി, സ്ഥിതി, ഉന്മൂലനം ഇതൊക്കെയും മാർക്കണ്ഡേയ ഋഷിക്ക് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മായ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സാധാരണ എല്ലാ ജീവജാലങ്ങളും മായയുടെ ഉള്ളിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. ഈ ഭൗതിക ലോകത്ത് മായയെ മറികടക്കുക എന്നാൽ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന് വേണ്ടി ദിവ്യ സേവനങ്ങൾ ചെയ്യുക, ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുക, അല്ലാണ്ട് നമുക്കൊരിക്കലും മായയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കില്ല. നമ്മളൊന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആരെങ്കിലും സേവിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഭഗവാനെ സേവിച്ച് ആ മായയുടെ എല്ലാം അപ്പുറത്ത് പോയിട്ട് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മായയ്ക്ക് അടിപ്പെട്ട് ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെ ഈ സംസാര സാഗരത്തിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന് വേണ്ടി ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഹരേ കൃഷ്ണ.